ടു യുവർ ഓൺ കേരള PSC. മൈ നെയിം ഈസ് നവനീത്. വേൾഡ് ജിയോഗ്രഫിയുടെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ജിയോഗ്രഫി എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രത്യേകതകളെ കുറിച്ച് അല്ലെങ്കിൽ സവിശേഷതകളെ കുറിച്ചുള്ള പഠനത്തെയാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. അതിനെ സംബന്ധിക്കുന്നതാണ് ജിയോഗ്രഫി എന്ന് പറയുന്ന ശാഖ. അപ്പോൾ ഈ പദം ജിയോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഈ ജിയോഗ്രഫിയിലെ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് ജിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത്, ഭൗമ കേന്ദ്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് ടോളമി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ് ജിയോഗ്രഫിയും അൽമജസ് എന്നും പറയുന്നത്. പിന്നീട് പറയാനുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇറാത്തോസ്തനിസ് ആണ്. അദ്ദേഹമാണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി അളന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഇറാത്തോസ്തനിസ് ആണ്. അദ്ദേഹം തന്നെയാണ് ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി എന്ന് പറയുന്നതും ഈ ഇറാത്തോസ്തനിസ് തന്നെയാണ്. പിന്നീട് ഭൂമിയുടെ ഏകദേശ ഭാരം അളന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി കവൻഡിഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. ജിയോയിഡ് ഷേപ്പാണ് ഭൂമിക്കുള്ളത്. പിന്നീട് പറയാനുള്ളത് ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അത് ഓക്സിജൻ ആണ്. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് അലുമിനിയമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ഇരുമ്പാണ്, അയണാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് ഇരുമ്പുമാണ്. പിന്നീട് പറയാനുള്ളത് വൻകരകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് 7 വൻകരയുണ്ട്. അതിൽ ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യ തന്നെയാണ്. ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് വലിപ്പത്തിൽ അവസാനത്തെ വൻകര എന്ന് പറയുന്നത് 7ാമത്തെ വൻകര എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. വലിപ്പത്തിൽ 7ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ വൻകര എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ റഷ്യയാണ് ഏറ്റവും വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. റഷ്യയാണ് അവസാനം നിൽക്കുന്നത്. വലിപ്പത്തിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് വത്തിക്കാനാണ്, ഏറ്റവും ചെറിയ രാജ്യമെന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഉയർന്ന ഭാഗങ്ങളും താഴ്ന്ന ഭാഗങ്ങളും ഏതാണെന്ന്. ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് എവറസ്റ്റും താഴ്ന്ന ഭാഗം എന്ന് പറയുന്നത് ചാവുകടലുമാണ്. പിന്നീട് പറയാനുള്ളത് ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് ആണ്. ഏറ്റവും വലിയ ദ്വീപ സമൂഹം എന്ന് പറഞ്ഞാൽ അത് ഇന്തോനേഷ്യ ആണ്. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡും ഏറ്റവും വലിയ ദ്വീപ സമൂഹം എന്ന് പറയുന്നത് ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യവുമാണ്. പിന്നീട് പറയാനുള്ളത് ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ആമസോൺ നദിയാണ്. ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ആമസോൺ അല്ല. ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയും ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ആമസോൺ റിവർ അല്ലെങ്കിൽ ആമസോൺ നദിയാണ്. ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയത് നൈൽ നദിയാണ്. പിന്നീട് പറയാനുള്ളത് സമുദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പസഫിക് സമുദ്രമാണ് ഏറ്റവും വലിയ സമുദ്രം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ സമുദ്രം എന്ന് പറയുന്നത് ആർട്ടിക്. ഏറ്റവും ചെറിയ സീ എന്ന് പറയുന്നത് ആർട്ടിക്കും ഏറ്റവും വലിയ സീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയുന്നത് അത് പസഫിക് സമുദ്രവുമാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് വേൾഡ് ജിയോഗ്രഫിയെ കുറിച്ച് പറയാനുള്ളത്. ക്ലാസ്സുകൾ തുടരുന്നതാണ്. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.